ഞാനാണല്ലേ ഇന്നലെ രാവിലെ എൻ്റെ വീടിൻ്റെ ബാൽക്കണിയിലിരുന്ന് ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഏകദേശം ഒരു 8 മണിയായി. അപ്പം കെട്ടിൻ്റെ മക്കളൊക്കെ ജോലിക്ക് പോയി കേട്ടോ. അപ്പം ഞാൻ വെച്ചാൽ പത്രം വായിച്ചിട്ട് ഉച്ചക്കലത്തേക്ക് ഒന്നും ഉള്ളത് ഞാൻ റെഡിയാക്കിയില്ല. ചോറൊക്കെ വെക്കണമല്ലോ ഒന്നും. ഞാൻ വെച്ച സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് പത്രം ഒന്ന് വായിച്ചിട്ട് വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ ആണെങ്കിൽ ആ അമ്പി എന്തോടുക്കുക. അപ്പം ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമല്ലേ. അപ്പം ഞാൻ നോക്കിയുടനെ എൻ്റെ വീടിനടുത്തുള്ള ജാനകി അമ്മയാണ്. ഞാൻ വീട്ടിൽ വർത്താനം പറയാൻ വരാറുണ്ട്. അപ്പോൾ അവിടെ വന്ന് ഇരുന്ന് ഇച്ചിരി നേരം. അപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ വെള്ളമെല്ലാം കൊടുക്കണമല്ലോ. ഞാൻ ചോദിച്ചു ജാനകിയമ്മ വല്ലതും കഴിച്ചോ? പറഞ്ഞു ഇല്ല, അവൾ ഉണ്ടാക്കി വെച്ച് ഞാൻ കഴിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കഴിച്ചില്ല, നമുക്ക് രണ്ടുപേരും കൂടെ കഴിക്കാം. അപ്പോൾ ഇന്നലെ എൻ്റെ വീട്ടിൽ ഇഡലി സാമ്പാറുമായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ 2 ഗ്ലാസ് ചായ ഉണ്ടാക്കി ഇഡലി എടുത്ത് ഞങ്ങൾ കഴിച്ചിട്ട് വീണ്ടും ബാൽക്കണി വന്നിരുന്നു വർത്താനം പറയുക. അപ്പോഴാണ് ഈ ജാനകി അമ്മ ജനിച്ചപ്പം തൊട്ടുള്ള കഥകൾ, സ്കൂളിൽ പോയ കഥകളും, പിന്നെ ജാനകിയമ്മ സ്കൂളിൽ പഠിക്കുമ്പോൾ ജാനകി അമ്മയെ ഒരു ചെറുക്കൻ സ്നേഹിച്ച കഥകളും, കല്യാണം കഴിച്ച കഥകളും, പിന്നെ വേറൊരുത്തനെ കെട്ടിയ കഥകളും എല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുവാണ്. മക്കളുടെയും കൊച്ചുമക്കളുടെയും എല്ലാം. സമയം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയില്ല കേട്ടോ. ഒരു 3:30 മണിയായി കേട്ടോ. അപ്പോൾ ആണെങ്കിൽ എൻ്റെ കെട്ടിയവൻ വന്നു. എടി ചോറെടുക്കാമെന്ന് പറഞ്ഞ് കൈ കഴുകി അവിടെ ചെന്നിരിക്കുക കേട്ടോ. ഞാൻ ചോറ് വെച്ചില്ലല്ലോ. അപ്പം ഞാൻ പേടിച്ച് വന്ന് അപ്പോഴത്തേന് ജാനകിയമ്മയ്ക്ക് അറിയാൻ ഞാൻ ചോറ് വെച്ചില്ലെന്ന്. പുള്ളി അങ്ങ് പോയി. എടി ചോറെടുത്തോണ്ട് വരാൻ ഞാൻ പേടിച്ച് പറഞ്ഞു. അപ്പം ഞാൻ ചോറ് വെച്ചിട്ട് പിന്നെ നീ എന്തോടുക്കുമായിരുന്നു ഇത്രയും നേരം രാവിലെ മുതൽ ഇവിടെ ഇരുന്നിട്ട് നിന്റെ എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴത്തേന് ഞാൻ പറഞ്ഞു പപ്പ ഞാൻ വർത്താനം പറഞ്ഞിരുന്നു പോയി കേട്ടോ, മറന്നു പോയി എന്ന് പറഞ്ഞ് ചോറ് വെക്ക കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് ഒരൊറ്റ തള്ളി തന്നെ. എന്നിട്ട് ഞാൻ തള്ളിയിട്ട് അവിടെ കഥകിൻ്റെ അവിടുന്ന് തെറിച്ച് അവിടെ ഒരു കല്ല് കിടപ്പുണ്ട്. അതിൻ്റെ കല്ലിലോട്ട് ചെന്ന് വീണ്. ഇത് കണ്ടോ, കല്ലിലോട്ട് ചെന്ന് ഇവിടെ അങ്ങ് പൊട്ടി അങ്ങ് കേട്ടോ, ചോര ഒലിച്ച. പിന്നെ പുള്ളി ആശുപത്രി കൊണ്ടുപോയില്ല. പിന്നെ അടുത്തുള്ള കണ്ടു നിന്നവർ വന്നിട്ട് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇപ്പോൾ 7 സ്റ്റിച്ചുണ്ട് കണ്ടോ. പിന്നെ ഞാൻ ഓർക്കുക ഇപ്പം കല്യാണം കഴിക്കണ്ടായിരുന്നു. കല്യാണം കഴിച്ചിട്ടില്ലേ ഇതൊക്കെ വന്ന്. അല്ലെങ്കിൽ കല്യാണം കഴിക്കാതിരുന്ന നമുക്ക് എത്ര നേരം വർത്താനം പറഞ്ഞിരിക്കാമല്ലോ. ഇപ്പോൾ ആണെങ്കിൽ വേദന സഹിക്കാൻ വയ്യ, ഭയങ്കര വേദന. 7 സ്റ്റിച്ചുണ്ട്. നിങ്ങൾ പറ ഞാൻ എന്താ തെറ്റ് ചെയ്തതെന്ന്.